ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു ഔഷധത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, അശ്വഗന്ധയെ കുറിച്ചാണ്. അപ്പൊ അശ്വഗന്ധയുടെ ബയോളജിക്കൽ നെയിം എന്താണ്? വിതാനിയ സോംനിഫെറ എന്നാളാണ്. അപ്പൊ ഈ അശ്വഗന്ധ നമ്മൾ പുരുഷ ലൈംഗികത പ്രശ്നങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മുടെ ശരീരം മെലിച്ചിലിന്, അതുപോലെ ദഹന പ്രശ്നങ്ങളില്, അതുപോലെ നമുക്ക് സ്ട്രെസ് പ്രശ്നങ്ങൾ, ആൻസൈറ്റി, അതുപോലെ തന്നെ ടെൻഷൻ, അതുപോലെ ഉറക്കക്കുറവ്, അതുപോലെ തന്നെ നമുക്ക് നെർവ്സിനെ ഉത്തേജിപ്പിക്കാനായിട്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ നമുക്ക് ഈ പറയുന്ന അശ്വഗന്ധ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അശ്വഗന്ധ പല രീതിയിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ചൂർണമായിട്ട് അവൈലബിൾ ആണ്, ലേഹ്യമായിട്ട് അവൈലബിൾ ആണ്, ടാബ്ലറ്റ് ആയിട്ട് അവൈലബിൾ ആണ്, പല രീതിയിൽ. പക്ഷെ ഇത് പലപ്പോഴും വളരെ കോസ്റ്റ്ലി ആയിട്ട് പലരും മേടിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത് വളരെ വില കുറഞ്ഞ് നമുക്ക് വളരെ ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല ബ്രാൻഡ്സിന്റെ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. പക്ഷെ എപ്പോഴും ഡോസേജ് പ്രധാനമാണ്. അപ്പൊ അതും കൂടി നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.